നീയല്ലാതാരുമില്ലീശനേ, എന്റെ പാപം പോക്കാൻ നീയല്ലാതാരുള്ളൂ രക്ഷക, എന്റെ ഭാരം നീക്കാൻ എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. സുഭാഷിതം. പ്രിയമുള്ളവരെ, സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ നാം അങ്ങനെ ചിന്തിക്കുവാനും വഴിയില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ രാജാവാണ് അതിന് ഒരുമ്പെട്ടത്. അതിനൊരു കാരണമുണ്ട്. ജീവിതം പൂർണ്ണമായും ആസ്വദിക്കുക എന്ന സ്വന്തം ഉപദേശമാണ് ശലോമോൻ പിന്തുടർന്നിരുന്നത്. ഇന്ന് പലരും ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുന്നവരെയും പോലെ. ശലോമോൻ എഴുതിയ സഭാപ്രസംഗി എന്ന പുസ്തകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയും സമ്പന്നനും പ്രശസ്തനുമായിരുന്ന രാജാവായിരുന്നു ശലോമോൻ. യഹോവയായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട്, ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയുമില്ല എന്ന് അരുളി ചെയ്തതാണ്. സമാധാനമായും സുഭിക്ഷമായും സന്തോഷമായും ജീവിക്കുവാൻ ദൈവം തന്ന ധനം, മാനം, സൗന്ദര്യം, ശക്തി, ജ്ഞാനം, വിവേകം ഇവയാൽ ആഡംബര ജീവിതം നയിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയി. സൂര്യന് കീഴെയുള്ള എല്ലാറ്റിനെയും മാനുഷിക വീക്ഷണത്തിലൂടെ നോക്കി. അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകൾ കേൾക്കൂ. സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രയേലിന് രാജാവായിരുന്നു. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. ഈ മായാബോധം അദ്ദേഹത്തെ ജീവിത സായാഹ്നത്തിൽ അസ്വസ്ഥനാക്കി. അസന്തുഷ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കീഴടക്കി കഴിഞ്ഞു. ലോകം തരുന്ന സന്തോഷം ശലോമോൻ മായ എന്ന പദത്തിൽ സംഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ധനവും മാനവും ജ്ഞാനവും വിവേകവും കഴിവുകളും ദൈവത്തെ മറന്നുള്ള ഒരാഡംബര ജീവിതത്തിനാണോ ഉപയോഗിക്കുന്നത്? നൈമിഷികമായ സന്തോഷം അനുഭവിച്ചതിന് ശേഷം ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെടുന്നില്ലേ? ജീവിതം പരീക്ഷിച്ചറിഞ്ഞ ശലോമോൻ പറയുന്നു, എല്ലാം മായയാകുന്നു എന്ന്. മനുഷ്യ ഹൃദയത്തിൽ ദൈവം വിന്യസിച്ചിട്ടുള്ള ഒരു ശൂന്യ സ്ഥലമുണ്ട്. ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും, അതായത് അധികാരം, ജനസ്വാധീനം, സമ്പത്ത്, സുഖം, പ്രശസ്തി, ഇങ്ങനെയുള്ള യാതൊന്നിനും തന്നെ ആ ശൂന്യതയെ നിറയ്ക്കുവാൻ സാധ്യമല്ല. ഭൗതിക വീക്ഷണങ്ങൾ മാറ്റി ദൈവിക വീക്ഷണത്തിലൂടെ ജീവിതത്തെ നോക്കിയപ്പോൾ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ദാനമായി അതിനെ കാണുവാനും മനസ്സിലാക്കുവാനും ശലോമോന് കഴിഞ്ഞു. ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നും, ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തികളെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയുകയില്ല എന്നും ബോധ്യമായി. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നുള്ള അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ഉത്തരമാണ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. Now all has been heard. Here is the conclusion of the matter. Fear God and keep his commandments, for this is the duty of all mankind. സകല മനുഷ്യർക്കും വേണ്ടുന്ന കാര്യമാണ് ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് ബൈബിളിലുടനീളം ആവർത്തിച്ചിരിക്കുന്ന വിഷയമാകുന്നു. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ചിലത് അറിയുമ്പോഴല്ലേ നമുക്ക് ഭയമുണ്ടാകുന്നത്.
ദൈവത്തെ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ ദൈവം ആരാണെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. സകലത്തിൻ്റെയും സ്രഷ്ടാവായ, സർവജ്ഞാനിയും സർവശക്തിമാനുമായ, സർവവ്യാപിയും നിത്യനുമായ ദൈവം, പരിശുദ്ധനും നീതിമാനും സത്യവാനും കരുണയുള്ളവനും സ്നേഹവാനും വിശ്വസ്തനുമായ ദൈവം. ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. ഇവിടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തിയുടെയും അനുസരണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ്. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ഭയപ്പെടുന്നവർ സ്വാഭാവികമായും ദൈവത്തെ അനുസരിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാനും ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:24 പറയുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. യോഹന്നാൻ 14:15 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ് നിത്യജീവങ്കിലേക്ക് കടക്കുന്നത്. നാം വായിച്ച കുറുവാക്യത്തിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. 2 കൊരിന്ത്യർ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും ദൈവം മുമ്പാകെ നിൽക്കും. ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് മനുഷ്യന് ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കുവാനും യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനും കഴിയുന്നത്. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള പിതാവേ, ഈ വചനം കേട്ട ഒരു വ്യക്തി പോലും ലോകം വാഗ്ദാനം ചെയ്യുന്ന നൈമിഷികമായ സുഖത്തിനും സന്തോഷത്തിനും പിറകെ പോകാതെ അങ്ങേ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നിത്യരാജ്യത്തിലെത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എനിക്കേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലീശ്വരേ,